ഈശോ മിശിഹായ്ക്ക് സ്തുതി. ദേവദാസൻ തിയോഫിലച്ചൻ്റെ സ്മൃതിപഥത്തിൽ നിന്നാണ്. ഇപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക. ഈ മഴ പെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു ചിന്ത ദേവദാസൻ തിയോഫിലച്ചൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് എൻ്റെ മനസ്സിൽ ഓടിയെത്തി. അതിതാണ്: വിശുദ്ധ കുർബാനയോട് ഒത്തിരി സ്നേഹവും ആദരവും പുലർത്തിയ ദേവദാസൻ തിയോഫിലച്ചൻ ഒരു ദിവസം കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ പേര് ദേവാലയത്തിൻ്റെ പുറത്ത് നിൽക്കുന്നത് അച്ഛൻ ശ്രദ്ധിക്കുകയുണ്ടായി. ദേവാലയത്തിൻ്റെ ഉള്ളിൽ സ്ഥലമുണ്ടായിട്ടും ദേവാലയത്തിൻ്റെ ഉള്ളിൽ അവർ കയറാതെ നിന്നപ്പോൾ അച്ഛൻ അല്പം വിഷമം തോന്നി. ദൈവവചനം വായിച്ചു പ്രസംഗം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ചെറിയ ചാറ്റൽ മഴ തുടങ്ങി. ഈ ചാറ്റൽ മഴ വന്നപ്പോൾ പുറത്തു നിന്നവരൊക്കെ ദേവാലയത്തിൻ്റെ ഉള്ളിൽ കയറി. പ്രസംഗത്തിൻ്റെ ഇടയിൽ ദേവദാസൻ തിയോഫിലച്ചൻ ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾക്ക് ജലദോഷത്തെ പേടിയാണ്, എന്നാൽ ചാവുദോഷത്തെ പേടിയില്ല. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, വിശുദ്ധ കുർബാന കർത്താവിൻ്റെ ബലി നടക്കുമ്പോൾ നിങ്ങൾ പുറത്തു നിന്ന് ഒരു ചാവുദോഷ പാവമാണ് ചെയ്യുന്നത്. അത് പാപമല്ല, അത് കുഴപ്പമില്ല എന്നുള്ള തോന്നലാണ്. എന്നാൽ അല്പം മഴ വന്നപ്പോൾ ജലദോഷം പിടിക്കുമെന്ന് പേടിച്ച് ദേവാലയത്തിൻ്റെ ഉള്ളിൽ കയറി. പ്രിയമുള്ളവരെ, ദേവദാസൻ നല്ലൊരു മനോഹരമായ ചിന്തയാണ് നമുക്ക് നൽകുന്നത്. നമ്മൾ എന്തിനെയാണ് പേടിക്കുന്നത്? നമ്മൾ ശരീരത്തെ കൊല്ലാൻ കഴിയുന്ന നിസ്സാര കാര്യങ്ങളെ നമ്മൾ ഭയപ്പെടുന്നു. എന്നാൽ ആത്മാവിനെക്കുറിച്ച് നമുക്ക് ചിന്തയുണ്ടോ? ആത്മാവിനെ കുറിച്ച് ചിന്തയുണ്ടെങ്കിൽ നമ്മൾ ദേവാലയത്തിൻ്റെ ഉള്ളിൽ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാനായിട്ട് ദേവാലയത്തിൻ്റെ ഉള്ളിൽ തന്നെ കയറും. നമ്മുടെയൊക്കെ വിശുദ്ധ കുർബാനയുടെ പങ്കാളിത്തം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ ദേവാലയത്തിൻ്റെ ഉള്ളിൽ കയറി വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഈശോയെ ആരാധിക്കുവാനും വിശുദ്ധ കുർബാന സ്വീകരിച്ച് നമ്മുടെ ആത്മരക്ഷ സുരക്ഷിതമാക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. ദേവദാസൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ ഭയപ്പെടേണ്ടത് ശരീരത്തെയും ആത്മാവിനെയും നരകത്തിലെറിയുവാൻ കഴിവുള്ളവനെയാണ്. നമുക്ക് ദൈവത്തെ ഭയപ്പെടുന്നവരാകാം. ദൈവഭയം നമ്മളെ വിശ്വാസത്തിലും വിശുദ്ധിയിലും നന്മയിലും നമ്മളെ നയിക്കുമെന്ന് വചനം പഠിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.